അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ ചിലവാണ്, എല്ലാവരും പോയി ഇഷ്ടമുള്ള മേക്കപ്പ് ചെയ്തോ, ഞാൻ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നയനയ്ക്ക് മുംബൈയിൽ നിന്നും ബെസ്റ്റ് ആർട്ടിസ്റ്റ് ഓഫ് ദ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിലവാണ് മുത്തശ്ശൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കഥ നമ്മൾ ഓൾറെഡി യാസി വോയിസ് ഓവർ ബൈ യാസിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. അങ്ങനെ വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ പോലെ എല്ലാവരും ഒന്ന് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, അല്ല എല്ലാവരും ഇതുപോലെ വന്നിട്ട് മേക്കപ്പ് ഇട്ടോണ്ടിരുന്നാൽ ആര് പാചകം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, എന്ന് നിങ്ങൾ ലേഡീസ് അല്ലേ അടുക്കളയിൽ കഷ്ടപ്പെടുന്നത്, ഇനി ഞങ്ങൾ ബോയ്സും അതൊന്ന് അറിയട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരിയെന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയത്ത് ജയനൊക്കെ പറയുന്നുണ്ട്, അച്ഛാ അതിന് ഞങ്ങൾക്ക് ഈ പാചകത്തിന് ABC പോലും അറിയില്ലല്ലോ എന്ന് പറയുമ്പം അതൊക്കെ നമുക്ക് പഠിക്കാടാന്നും പറഞ്ഞിട്ട് എല്ലാവരും ഈ വേഷം പോരാ, എല്ലാവരും കൈലിയും ബനിയനും ഒക്കെ വേണം, ഒരു തോർത്തെടുത്തോന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും ആ വേഷത്തിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ കയറി എല്ലാവരും എല്ലാം ചെയ്യാനൊക്കെ നോക്കുമ്പോഴേക്കും മൊത്തം താറുമാറാകുകയാണ് കേട്ടോ. ഒന്നും തന്നെ ശരിയാവുന്നില്ല. അപ്പോഴേക്കും ജയൻ ചോദിക്കുകയാണ്, അച്ഛാ ഇനി നമ്മൾ മിക്കവാറും പുറത്തുനിന്ന് ഫുഡ് മേടിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ശരിക്കും ഇത് എന്തൊരു കഷ്ടപ്പാടുള്ള ജോലിയാണല്ലേ, നമ്മൾ നോക്കുമ്പോൾ അവരോട് നിൽക്കുന്നതേ ഉള്ളൂ, ചുമ്മാ നിൽക്കുകയാണെന്ന് തോന്നും, പക്ഷേ ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അതിനകത്ത് എന്തുമാത്രം ജോലി ഉണ്ടെന്ന് മനസ്സിലാവുന്നതല്ലേ. നമ്മുടെ വീട്ടിൽ ഏകദേശം 12 മണിക്കൂറുണ്ടെങ്കിൽ 8 മണിക്കൂറും നയനമോള ഈ അടുക്കളയ്ക്കുള്ളിൽ നിൽക്കുന്നത്, അവൾ എന്തുമാത്രം കഷ്ടത അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ പറയുമ്പോഴേക്കും ആദർശം മനസ്സിലവർക്കാണ്. മുത്തശ്ശൻ പറഞ്ഞ് എത്ര ശരിയാ, ജസ്റ്റ് ഒരു 1 മണിക്കൂർ നിന്നപ്പോൾ തന്നെ എൻ്റെ കാലെല്ലാം കഴിച്ചൊടിയുന്നു, നടുവ് വേദന എടുക്കുന്നു, അത് മാത്രമല്ല വല്ലാത്ത സ്ട്രെസ്സും ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയും നേരമൊക്കെ നിൽക്കുന്ന അവൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരുങ്ങാനിരിക്കാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും മേക്കപ്പ് ഒക്കെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അവൾ മാറി നിൽക്കുകയാണ് കേട്ടോ. ജാനകി വന്നിട്ട് ജലജ ചോദിക്കുകയാണ്, നീ എന്താ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ എന്ന് പറയുമ്പോൾ, നിൻ്റെ ഏട്ടത്തിയമ്മയെ കണ്ടില്ലേ, അവളെ പോലെയൊക്കെ വേണം ജീവിക്കുകയാണെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും അധികാരം അവകാശം എന്തെങ്കിലും ഉണ്ടോ, ദേവ്യാനിക്ക് കണ്ടില്ലേ, ഈ വീടിൻ്റെ ഫുൾ അവകാശവും അധികാരം എല്ലാം അവൾക്ക് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നത് കേട്ടിട്ട് ജാനകിക്ക് വല്ലാത്തൊരു ഫീലായിട്ട് അല്ലെങ്കിൽ തലകുണിച്ച് നിൽക്കുകയാണ്. ഈ വീട്ടിലെ സർവ്വ അധികാരങ്ങളും കൊടുത്തിരിക്കുന്നത് ആദർശനാണ്, നിൻ്റെ മകൻ അനിക്ക് എന്തെങ്കിലും ഒരു അധികാരമുണ്ടോ, അവനാണെങ്കിലോ ആദർശിൻ്റെ കീഴെ അവൻ്റെ തുണിത്തുമ്പെ പിടിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കെരിവ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് ജാനകി പറയാണ്, അതെ ഈ വീട്ടിലുള്ളവരെങ്ങനെയാണെന്നും നീ എങ്ങനെയാണെന്നും എനിക്കറിയാം, അതുകൊണ്ട് എന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട, ഞാൻ ഈ വീട്ടിൽ എന്നെ എല്ലാവരും അങ്ങനെ കണക്കാക്കുന്നത് കരുതുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞിട്ട് അവളും എനിക്ക് മേക്കപ്പ് ഇടുമെന്നും പറഞ്ഞ് പോയിരിക്കുന്നുണ്ട്. ജലജ പറയാണ്, എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് തമ്മി തെറ്റിക്കണം, ഇവളും ദേവേനെ ഒറ്റക്കെട്ട രണ്ടിനെ തമ്മി തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത അനിയുടെ പെണ്ണും കൂടി വന്നു കയറാൻ പോവാണ്. അനിയുടെ പെണ്ണും നയനയും അടുപ്പം നല്ല കമ്പനിയിലാണ്. നയനേനെയും നവ്യനെയും അവളെയും കൂടെ കൂട്ടി തല്ലിക്കണം എങ്ങനെയെങ്കിലും. അങ്ങനെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി 3 അവളുമാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴി ഉണ്ടാക്കണം എന്നൊക്കെ ജലജ മനസ്സിൽ അടുത്ത വലിയൊരു പ്ലാനിങ് തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ബ്യൂട്ടി പാർലർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഇതേ സമയത്ത് ഒന്നും തന്നെ ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാവരും മാറിയും തിരിഞ്ഞും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഓരോ ജ്യൂസ് അടിച്ച് കൊണ്ട് കൊടുക്കാമെന്ന് പറയുമ്പം അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കാരണം തമിഴിൽ അനാമിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണല്ലോ, പക്ഷെ മലയാളത്തിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, നമുക്കത് ആ ഒരു സ്ഥലത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അനാമികയുടെ മനിയുടെ സീൻസിൽ. അങ്ങനെ അനി കൊണ്ടുവന്ന് അനാമിക്ക് മാത്രം ആരും കാണാതെ ജ്യൂസ് കൊടുക്കുമ്പം എല്ലാവരും കണ്ണിൽ വെച്ചിരുന്ന് വെള്ളരിക്കയെ മാറ്റിയിട്ട് ഞങ്ങൾ കണ്ടിടാന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ്, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്, ഞങ്ങൾ നാണം കെടുത്താണെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും വാലെ എല്ലാവരുടെ ഹസ്ബൻഡുമാർ ഇങ്ങനെ ജ്യൂസും കൊണ്ട് വരുന്നുണ്ട്. ജലജയ്ക്ക് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജലജയ്ക്ക് നമ്മുടെ അവൻ തന്നെ അഭി തന്നെ ജലജയ്ക്കും നവ്യയ്ക്കും ഉള്ള ജ്യൂസ് കൊണ്ടുവരാണ്. അപ്പോഴേക്കും നയനയുടെ അടുത്തേക്കും ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നയനയ്ക്ക് ബാക്കി എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിട്ട് പോകുമ്പം ആദർശാണെങ്കിലുണ്ടല്ലോ ഒരു സ്ട്രോ ഇട്ട് കൊണ്ടുവന്നിട്ട് നയനയ്ക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നയനയ്ക്ക് ഇങ്ങനെ ജ്യൂസ് പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ദേവനോട് ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടത്തി, ഇങ്ങനെ പോയാൽ അവനവൾക്ക് നാളെ തൊട്ട് വാരി കൊടുക്കാനും തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളിങ്ങനെ വായിൽ വെച്ച് ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ താങ്ക്സ് എന്ന് പറയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്,
അടുക്കളയിൽ ഒന്നും തന്നെ ശരിയാവുന്നില്ല, നീ കുറച്ച് ഹെൽപ്പ് ചെയ്യണം, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നീ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോണിങ്ങോട്ട് താ, ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ല എൻ്റെ ഫോണിൽ താ, ഞാൻ അതിൽ നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കാം, നിങ്ങൾ ഹെഡ്സെറ്റ് പോലെ കുത്തി വെച്ചിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, എല്ലാം പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആദർശിനെ പോക്കൊക്കെ കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ല ചിരി വരുന്നുണ്ട്, കയ്യിലേക്ക് കൊടുത്തിട്ട്. അതുപോലെ തന്നെ നയനയ്ക്ക് ഇങ്ങനെ ജ്യൂസ് പിടിച്ചു കൊടുക്കാമായിരുന്നല്ലോ, ഇത് കാണുമ്പോൾ ദേവനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കനകം വിളിച്ചിട്ട് നവ്യനെ കാണിക്കുകയാണ്, അങ്ങോട്ട് നോക്കടി മോളെ, അവൻ്റെ സ്നേഹം കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ അമ്മയെന്ന് പറയുന്നുണ്ട് നവ്യ. ഈ സമയത്ത് കനകവും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശി നയന പറയുന്നത് കേട്ടിട്ട് എല്ലാ സാധനങ്ങളും എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് കാണുമ്പം ജയനും അച്ഛനൊക്കെ മുത്തച്ഛനൊക്കെ ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തെ കാര്യങ്ങൾ പോലും അറിയില്ല, നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് കടുകും ഒലുവായിരിക്കുന്ന സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കും, പെട്ടെന്നൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഉണ്ട് അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. നയനമ്മളുടെ കൂടെയുള്ള ജീവിതം അപ്പോൾ ഇതൊക്കെ പഠിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ആദർശ് ചെവിയിൽ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്. ആദർശ് ഓർക്കാണ്, ഇന്നാരും അറിയാതെ ഞാൻ പരീക്ഷയ്ക്ക് കോപ്പി വെച്ച് ജയിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാചകം എല്ലാം ക്ലിയർ ആക്കി അവരുടെ ടേബിളിൽ നിറച്ച് സാധനങ്ങൾ കൊണ്ട് വെക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, നമ്മൾ ഇത്രയും ആണുങ്ങൾ ഏകദേശം 6 പേര് നമ്മൾ അടുക്കളയിൽ കിടന്നിട്ട് 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടപ്പോഴാണ് ഒരു നേരത്തേക്കുള്ള ഫുഡ് റെഡിയായത് അല്ലേ ആദർശ് എന്ന് ചോദിക്കുകയാണ്. അതേ മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നയനമോള് ഒരു ദിവസം മുഴുവൻ ഈ ഒരു അടുക്കളയിൽ കിടന്ന് ആ ഒറ്റ ഒരാളായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത്. ചില സമയത്ത് ജാനകി മീനാക്ഷിയൊക്കെ കൂടെ ഉണ്ടെങ്കിലും മെയിൻ റോൾ വഹിക്കുന്നത് അവൾ തന്നെയായിരിക്കും. ഒറ്റ ഒരാൾ നിന്നുകൊണ്ട് ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ മോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് മനസ്സിൽ പറയുന്നുണ്ട്, നയന യു ആർ വെരി ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവർ കൊണ്ട് ഫുഡിന് വെക്കുന്ന സമയത്തായിരിക്കും ഇവരെല്ലാവരും മേക്കപ്പ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ല മോഡേണായിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരെയും കണ്ട് ഹസ്ബൻഡുമാർ ഇങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളെ കണ്ട എല്ലാവരെയും കണ്ടാലും നല്ല സിനിമാ നടിമാരെ പോലെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശിനെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്, നയനെ നിനക്ക് ഇത്രയൊക്കെ സൗന്ദര്യം ഉണ്ടോ എന്ന്. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, അല്ലച്ച ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങളൊക്കെ സഹായിച്ചതേ ഉള്ളൂ, ദാ നിൻ്റെ ഇവനുണ്ടല്ലോ ആദർശ എല്ലാം ചെയ്തത്, അവൻ്റെ ഫുഡ് ഞങ്ങളെല്ലാം രുചിച്ച് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, എത്ര പെട്ടെന്നാണ് എല്ലാം ഉണ്ടാക്കിയെന്നറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജലജി ചോദിക്കുന്നുണ്ട്, അടുക്കളയിൽ പോലും കയറാത്ത ഇവനെങ്ങനെ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയാണ് കൈപ്പുണ്യം എന്ന് ജയൻ പറയുന്നുണ്ട്. അങ്ങനെ നയനേനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വായും പൊളിച്ച് നോക്കി ഇങ്ങനെ വെള്ളം ഊറി നിൽക്കുകയാണ് ആദർശ്. അതുപോലെ നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയാണ് കേട്ടോ നയന വന്നിട്ടുള്ളത്, മോഡേൺ ഡ്രസ്സിലൊക്കെ. നവ്യയും നല്ലൊരു മോഡേൺ ഡ്രസ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നവ്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തമിഴിൽ ഐശ്വര്യ എന്നാണ് നവ്യയുടെ ക്യാരക്ടറിൻ്റെ പേര്. ആ ഐശ്വര്യനെ കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ക്യൂട്ട്നെസ്, നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ അവൾ നല്ല മോഡേൺ ഡ്രസ്സ് ഇട്ട് വന്നപ്പം കാണാൻ നല്ല ഭംഗിയായിരുന്നു. പണ്ട് അതേപോലെ മോഡേൺ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവൾ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോഴായിരുന്നു വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ ഇത് വീട്ടിലായതുകൊണ്ടായിരിക്കും ആരും ഒന്നും പറഞ്ഞില്ല. ഷോർട്ടായിട്ടുള്ള സ്കേർട്ടും ഒരു ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഒരു ബനിയനും ഒക്കെ ഇട്ടാണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കുറേ പ്രായം കുറഞ്ഞ പോലെ മുത്തശ്ശിയാണത്തിന് ഒരുങ്ങി ചുരിദാറൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ വരാനിരിക്കുന്ന എല്ലാ സ്റ്റോറീസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.